സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി. ഏതാണ്ട് മുഴുവൻ വടക്കേ ആഫ്രിക്കയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഏകദേശം 4800 കിലോമീറ്ററും വടക്കു നിന്ന് തെക്ക് വരെ 800 മുതൽ 1200 മൈലുകൾ വരെ നീളുന്നു. മൊത്തം വിസ്തീർണം ഏകദേശം 33,20,000 ചതുരശ്ര മൈലാണ്. കാലക്രമേണ മരുഭൂമി വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിനാൽ യഥാർത്ഥ പ്രദേശം വ്യത്യാസപ്പെടും. സഹാറയുടെ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, വടക്ക് അറ്റ്ലസ് പർവ്വതനിരകൾ, മെഡിറ്ററേനിയൻ കടലും കിഴക്ക് ചെങ്കടലും, തെക്ക് സഹാറക്കിടയിലുള്ള ഒരു പരിവർത്തന മേഖലയായി മാറുന്ന ഒരു അർദ്ധവരണ്ട പ്രദേശം, വടക്ക് തെക്ക് ഈർപ്പമുള്ള സവന്നകളുടെ ബെൽറ്റ്. സഹാറയുടെ പ്രധാന ഭൂപ്രകൃതി സവിശേഷതകളിൽ ആഴം കുറഞ്ഞതും കാലാനുസൃതമായ വെള്ളപ്പൊക്കമുള്ള തടങ്ങളും വലിയ മരുപ്പച്ചയുടെ താഴ്ചകളും ഉൾപ്പെടും. വിസ്തൃതമായ ചരൽ പൊതിഞ്ഞ സമതലം, പാറകൾ നിറഞ്ഞ പീഠഭൂമികൾ, പൊടുന്നനെയുള്ള പർവ്വതങ്ങൾ, മണൽ ഷീറ്റുകൾ, കുന്നുകൾ, മണൽക്കടലുകൾ, ഉയരമുള്ള കൊടുമുടിയാണ് മരുഭൂമിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം. കൗസി പർവ്വതം, ടിബെസ്റ്റി പർവ്വതനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 436 അടി താഴെയാണ്. സഹാറ എന്ന പേര് മരുഭൂമി എന്നർത്ഥം വരുന്ന സഹ്റ എന്ന അറബി നാമത്തിൽ നിന്നും അതിന്റെ ബഹുവചനമായ ഷഹാറയിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. ഇത് അഷർ എന്ന നാമവിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് മരുഭൂമി പോലെയുള്ളതും സസ്യങ്ങളില്ലാത്ത സമതലങ്ങളിലെ ചുവന്ന നിറത്തിന്റെ ശക്തമായ അർത്ഥം വഹിക്കുന്നതും. തെക്കു പടിഞ്ഞാറൻ അൾജീരിയയിലെ ടാനസ് റൂഫറ്റ് മേഖലയും മധ്യഭാഗത്തെ ടെനറെ മേഖലയും പോലുള്ള പ്രത്യേക പ്രദേശങ്ങൾക്ക് തദ്ദേശ പേരുകളുണ്ട്. സഹാറയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 25% മൺകുനകൾ ഉൾക്കൊള്ളുന്നു. അവ കുന്നുകളുടെയോ മറ്റ് തടസ്സങ്ങളുടെയോ ഇടയിൽ രൂപം കൊള്ളുന്നു. സഹാറയിലെ മണ്ണിൽ ഓർഗാനിക് പദാർത്ഥങ്ങൾ കുറവാണ്. ചെറുതായി വ്യത്യസ്തമായ ചക്രവാളങ്ങൾ മാത്രമേ പ്രകടിപ്പിക്കൂ. പലപ്പോഴും ജൈവശാസ്ത്രപരമായി നിഷ്ക്രിയമാണ്. എന്നിരുന്നാലും ചില പ്രദേശങ്ങളിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുണ്ട്. താഴ്ചകളിലെ മണ്ണ് പലപ്പോഴും ഉപ്പുരസമുള്ളതാണ്. മരുഭൂമിയുടെ അരികുകളിൽ ജൈവവസ്തുക്കളുടെ കൂടുതൽ സാന്ദ്രത അടങ്ങിയ മണ്ണാണ്. ഈ മണ്ണിന്റെ പ്രധാന ഘടകമാണ് കാലാവസ്ഥ ധാതുക്കൾ. രാസപരമായി സജീവമായി വികസിക്കുന്ന ലാറ്റിസ് കളിമണ്ണ് സാധാരണമാണ്. പ്രീ കാർബണേറ്റുകൾ പലപ്പോഴും കാണപ്പെടുന്നു. ഇത് ചെറിയ ലീച്ചിങ് സംഭവിച്ചതായി സൂചിപ്പിക്കുന്നു. സഹാറയുടെ പ്രായം ചില തർക്ക വിഷയമാണ്. ഏകദേശം 2 മുതൽ 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സഹാറ ഒരു കാലാവസ്ഥ മരുഭൂമിയായി സ്ഥാപിതമായതായി പ്രദേശത്തെ പാറകളെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സഹാറയിൽ 2 കാലാവസ്ഥ ഭരണകൂടങ്ങൾ ആധിപത്യം പുലർത്തുന്നു. വടക്ക് വരണ്ട ഉഷ്ണമേഖല കാലാവസ്ഥയും തെക്ക് വരണ്ട ഉഷ്ണമേഖല കാലാവസ്ഥയും. വരണ്ട ഉപ ഉഷ്ണമേഖല കാലാവസ്ഥയുടെ സവിശേഷത അസാധാരണമാമിതം ഉയർന്ന വാർഷിക താപനിലയും ദിവസേനയുള്ള താപനിലയും, തണുപ്പ് മുതൽ തണുപ്പുള്ള ശീതകാലവും ചൂടുള്ള വേനൽക്കാലവും, 2 മഴയുടെ പരമാവധിയുമാണ്. സഹാറയിൽ സസ്യങ്ങൾ പൊതുവെ വിരളമാണ്. ഉയർന്ന പ്രദേശങ്ങളിലും മരുപ്പച്ചയുടെ താഴ്ചകളിലും വാടികളിലും പുല്ലുകൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ ചിതറിക്കിടക്കുന്നു. വിവിധ ഹാലോഫൈറ്റുകൾ ലവണാംശത്തിൽ കാണപ്പെടും. ചൂടും വരൾച്ചയും സഹിക്കാവുന്ന ചില പുല്ലുകൾ, ഔഷധ സസ്യങ്ങൾ, ചെറിയ കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിവ സഹാറയിൽ നന്നായി ജലമില്ലാത്ത സമതലങ്ങളിലും പീഠഭൂമികളിലും കാണപ്പെടും. സഹാറയുടെ മേൽ കൊളോണിയൻ ആധിപത്യത്തിന്റെ നൂറ്റാണ്ടിൽ 19ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 20ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ സൈനിക സമാധാനം ഒഴികെയുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ കൊളോണിയൻ ശക്തികൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം എണ്ണയുടെ കണ്ടെത്തൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര താല്പര്യവും നിക്ഷേപവും ആകർഷിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് ധാതുഭവങ്ങളിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നു. വിവിധ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ സഹാറയുടെ സൈനിക അധിനിവേശത്തിന് ശേഷം കൂടുതൽ വിശദമായ പര്യവേഷണം നടന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ മരുഭൂമിയുടെ പ്രധാന സവിശേഷതകൾ അറിയപ്പെട്ടു. 20ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച രാഷ്ട്രീയ, വാണിജ്യ, ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ സഹാറയെക്കുറിച്ചുള്ള അറിവ് വളരെയധികം വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും മരുഭൂമിയുടെ വിശാലമായ പ്രദേശങ്ങൾ വിദൂരമായി തുടരുന്നു.